നമ്മൾ കഷ്ടപ്പെട്ടല്ലേ ബക്കറ്റില് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പൈപ്പൊക്കെ ഫിക്സ് ആയി 2-3 days ആയി. അപ്പൊ എനിക്ക് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ വെള്ളം നനക്കാൻ. അതാകുമ്പോ ഭയങ്കര മടിയാവേ, കുറെ ഇതാക്കണമല്ലോ, കുറെ ബക്കറ്റിലൊക്കെ എടുത്ത് തന്നിട്ട് ഞാൻ മൊത്തം വെട്ടോ. അതുകൊണ്ട് ദിസ് ഇസ് ബെറ്റർ. നമുക്ക് സ്പ്രേ ടൈപ്പും ചെയ്യാം പിടിച്ചിട്ട്. സോ യാ ഐ എം എൻജോയിങ് ഇറ്റ്. അപ്പോ ഇന്ന് ഞാൻ കുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ മുകളില് ഫ്രഷ് ആവാനാ വന്നേ. അപ്പൊ കുക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചു ആൻഡ് പത്തര കൊണ്ടുവന്നു. അപ്പൊ നാസ്റ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് കട്ട്ലേറ്റിന് ബീഫ് ഇല്ല, അതുകൊണ്ട് ചിക്കൻ കട്ട്ലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ചിക്കൻ വേവാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി രാവിലെ കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു, എനിക്ക് വേറെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിയുമ്പോ ടൈമായി. അപ്പൊ നമുക്ക് ചെടികൾ ആദ്യം നനച്ചിട്ട് ഫ്രഷ് ആവാം, എന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ, കട്ട്ലേറ്റ് അതിലൊക്കെ. ഞാൻ എന്താ പറഞ്ഞ, ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. ബീഫില്ല, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് അന്ന് ആക്കിയ ഇതുണ്ടായിരുന്നല്ല, തേങ്ങാപ്പാലിന്റെ ഡ്രിങ്ക് അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ദമ്മ് കെട്ടുന്നത് ഒരു രക്ഷയില്ല, കസ്കസൊക്കെ കുടിച്ചു. ഇന്ന് കുടിക്കാൻ വാട്ടർ മെലൺ ജ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. നല്ല കാറ്റുണ്ട്. നോമ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുക. ടുഡേ 18th നോമ്പ് കഴിഞ്ഞു, 12 days. പെരുന്നാളിന്റെ ഷോപ്പിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ഷോപ്പ് ചെയ്യാനാണ്, ഇവിടെയൊക്കെ ലോക്ക്ഡൌണും അത് ഇതുമായിട്ട്. ഐ ഡോണ്ട് തിങ്ക് സോ പെരുന്നാൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ഷോപ്പിങ്ങിലൊക്കെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നോക്കാം ഇൻഷാല്ലാ. ഇവിടെ നിന്ന് തന്നെ നോക്കി എനിക്ക് താഴെ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ പറ്റും. പൈപ്പിന്റെ ഒരു ഇതാണ്. അവിടെ വരെ ഡേറ്റ് പാംസിലൊക്കെ വെള്ളം കൊടുക്കാം. ആൻഡ് ഇന്ന് സുനുമോളൊരു പിസ്സ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എൻ്റെ അടുത്ത്, ബ്രെഡ് പിസ്സ. യെസ്, അത് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഫ്രഷ് ആവണം ആദ്യം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിന് മുമ്പ് ഇവിടെയൊക്കെ ഞാൻ നനക്കട്ടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻട്രോ തന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ നനച്ചിട്ട് വരാം. സോ യാ, ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞു, നമാസൊക്കെ കഴിഞ്ഞു. ആൻഡ് നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ഒക്കെ റെഡി ആക്കണം. ലിറ്ററലി വി ഡോണ്ട് ഹാവ് ടൈം. അപ്പോൾ ഇന്ന് ചിക്കൻ സമോസും സുനുമോക്ക് വേണ്ടി എന്തായിരുന്നു ബ്രെഡ് പിസ്സ ഉണ്ടാക്കുക. ബ്രെഡ് പിസ്സ എന്നൊക്കെ പറയുമ്പോൾ പേര് മാത്രമേ വലുതുള്ളൂ. ആക്ച്വലി ഇറ്റ്സ് വെരി ഈസി. ഞാൻ കാണിച്ചു തരാം. ഇന്ന് എൻ്റെ ഇതുവരെ വ്ളോഗ്സ് കാണാത്തവർക്ക് ചിക്കൻ സമോസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, താഴെ പോവാം. ഇവിടെ ഒരാൾ ഓൾറെഡി പണിയിലാണല്ലോ. ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. എന്താണ് ഇത് മൊത്തം? ഡൽഗോണ കോഫി ഉണ്ടാക്കി ഇപ്പൊ കുടിക്കോ? ഇന്നലെ ഉണ്ടാക്കിട്ട് എനിക്ക് തന്നിട്ടില്ല. കൊടുത്തില്ല. അപ്പം പരാതി. എനിക്ക് പരാതി വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കണേ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇട്ടതില് പറഞ്ഞു കൊടുക്കും. നമ്മള് ഈ കോഫി, ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഉണ്ട്, അത് ഇടണം. പിന്നെ എന്താണ് ഒരു 1-2 അളവിനനുസരിച്ച് ഷുഗർ ഇടണം. പിന്നെ ഇത്തിരി ഹോട്ട് വാട്ടർ 2 സ്പൂൺ 3 അതിനനുസരിച്ച് അളവിനനുസരിച്ച് തന്നെ ഇടണം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിട്ടിട്ട് മിൽക്ക്, ഒരു ഗ്ലാസ്സിൽ മിൽക്ക് ഇട്ടിട്ടുണ്ടാവും. അതിൽ ഷുഗർ ഇട്ട് കലക്കണം. എന്നിട്ട് മിൽക്ക് ബോയിൽ ചെയ്തതാണോ ചിൽഡ് മിൽക്ക് ആണോ? നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. ബോയിൽ ചെയ്തതും ബോയിൽ ചെയ്യാത്തതും പൈസ ഇടണം. എന്നിട്ട് ഇതിടും. ഓക്കെ, ക്യാരി ഓൺ. സോ ആദ്യം നമുക്ക് ചിക്കൻ സമോസ ഉണ്ടാക്കാം. ഇതുവരെ എന്റെ വ്ളോഗ് ഒന്നും കാണാത്ത ആൾക്കാർക്ക് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ. ആദ്യം നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആൻഡ് കറി ലീഫ് ഇടാം. കറി ലീഫ് ഏതിന് ഇടുന്നതാണെങ്കിലും നല്ലതാണ്.
പൊട്ടിത്തെറിക്കൽ പോകുന്ന രക്ഷയില്ല, അതാ പ്രശ്നം. പിന്നെ ഓണിയൻ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബീഫ് ആവട്ടെ ചിക്കൻ ആവട്ടെ ഏത് മട്ടൺ ഏത് സമോസ കട്ട്ലറ്റ് ഉണ്ടാകുന്നെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്, പക്ഷെ മീറ്റ് ഡിഫറെന്റ് ആയിരിക്കും എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ സോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം, അപ്പൊ പെട്ടെന്ന് സോട്ട് ആയി കിട്ടും. ഓക്കെ, നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല, ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇടുന്നുണ്ട്. ആൻഡ് പെപ്പർ പൗഡർ ഇസ് ദ മെയിൻ തിങ്. കുറച്ചധികം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എരിവ്. എരിവ് അത്ര ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അല്പം ഇട്ടാൽ മതി. ആൻഡ് ഗരം മസാല. ഓക്കെ, അത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കട്ടാക്കി വെച്ച് കൊറിയാണ്ടർ ലീഫും ഇട്ട് കൊടുക്കാം. സൈഗു ആവും, എണീറ്റിക്കോ, അവന് ഫുൾ ഇതായി. അവൻ എനിക്കുമ്പോൾ തന്നെയാണ് മൂഡ് ഓഫ് ആയില്ല, അവന് സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല റെയിൻ ചെയ്യാനുള്ള എല്ലാ ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് സൺഡേ. മസാല ഒക്കെ ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ. ആക്ച്വലി ടോട്ടൽ പ്രൊസീജിയർ തന്നെ ഭയങ്കര ഈസിയാണ്. മസാല ഇത്രേ ഉള്ളൂ. ഇനി ഇതിന് ചിക്കൻ വേവിച്ചത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഷ്രെഡ് ചെയ്ത് എടുത്താൽ മതി. ആൻഡ് പൊട്ടറ്റോ ഇതിൻ്റെ ഒപ്പം മാഷ് ചെയ്യണം. അത് ഷോ ചെയ്യണം. ഓക്കെ, നമുക്ക് പൊട്ടറ്റോ ഞാൻ നേരത്തെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഇതിലിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ. ഇപ്രാവശ്യം പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കയ്യിൽ വേണമെങ്കിൽ കയ്യിൽ മിക്സ് ചെയ്യാം. ഇത് ചൂടുണ്ട് ഇപ്പം. ഓക്കെ, നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട്ലറ്റ് ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതി. കട്ട്ലറ്റിന്റെ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് റൗണ്ട് റൗണ്ട് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് നോമ്പിൽ മാത്രമല്ല, ഇങ്ങനെ ഫ്രീ ടൈം ഉണ്ടെങ്കിലും ഇതൊക്കെ പിള്ളേർക്ക് ആക്കി കൊടുക്കാൻ പറ്റുമോ. എവറിബഡി വിൽ ലൈക്ക് ദിസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സ്നാക്സ്. എല്ലാവരും ഇടിപ്പെട്ട് സൈക്കോ ഓടി വരും. ഓടി ചാടി ഇടിവെട്ട് കേട്ടപ്പോ ബഷീടെ മെത് ചാടി കയറി ഒറ്റ ചാട്ടത്തിൽ ഈ കമന്ന് കിടക്കണത്. കുറച്ചേരല്ലേ സൈഗോ ഇടിവെട്ട് കഴിഞ്ഞിട്ടില്ലേ? അതിപ്പോ കഴിയൂട്ടോ. അപ്പൊ നമുക്കിന്ന് അടുത്ത റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ നേരത്തെ സുമോൾ പറഞ്ഞ പോലെ ബ്രെഡ് പിസ്സ ആണ്. ഇത് പിസ്സ ഒക്കെ കേൾക്കുമ്പോൾ വലിയ പേര്, പക്ഷേ റെസ്റ്റോറൻറ്റിൽ അവിടെ ഇവിടെ കിട്ടുന്ന പിസ്സ ഒന്നുമല്ല, നമ്മളെ നാട്ടിൽ പിസ്സ എന്ന് പറയാം. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയി ഓണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം മിക്സ് ചെയ്യാം. പുറത്ത് നല്ല റെയിൻ ഉണ്ട്, അതാണ് സൗണ്ട്. സോ അതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ നല്ല സ്പൈസി ആയിരിക്കും. ബ്ലാക്ക് പെപ്പർ പൗഡർ,
ഓർഗാനോ ഇട്ട് കൊടുക്കാം. ആൻഡ് സോൾട്ട്. സോ നന്നായിട്ട് ഇതൊന്ന് കയ്യിൽ മിക്സ് ചെയ്യാം. ഇത് ബ്രെഡിൽ എങ്ങനെ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി സെറ്റ് ചെയ്യാൻ തുടങ്ങാം. പിസ്സ പാസ്ത സോസ് ആണ് ഇത്. ഹേയ്, where were you? പിസ്സ പാസ്ത സോസ് ആണ്. ഇപ്പല്ലേ നമ്മളൊന്ന് വേണ്ട ന്യൂ ഫ്രണ്ട് കിട്ടിയിട്ടാകുമ്പോ അതിന് ഫുഡ് കൊടുക്ക, അതിനെ നോക്ക, അതെവിടെ നിന്ന് നോക്ക. അത് ആരെ ഫ്രണ്ട് എന്ന് ഞാൻ പറയൂല, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടായിട്ട് ഹരിവരിയായിട്ട് ചെയ്യാണ് ഞാൻ. എല്ലാം നശിപ്പിച്ചു. സർപ്രൈസ് കൊടുക്കാൻ സമ്മതിക്കല്ലോ. ജീവിയല്ലേ ഇതൊക്കെ. നിങ്ങൾ കട്ട്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഷൂട്ടായിരുന്നു ഗൈസ്. വി ഹാവ് ടു ടേക്ക് ലൈക്ക് 2-3 വീഡിയോസ് എടുക്കാനുണ്ട്. അതുകൊണ്ട് ഹരിബരി ആയിപ്പോയി. സോ നമുക്ക് ടൈം വേസ്റ്റ് ആക്കണ്ട. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഇതൊന്നും അറിയില്ലല്ലോ. കുട്ടിലേക്ക് മാത്രമേ അറിയൂ. ഓക്കെ, അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഇട്ട് കൊടുക്കാം. കണ്ടാ 2 നിമിഷം ഇരുന്നിട്ട് പോയി. അതെന്താ ഈ സ്ഥിതി ആവാനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക്, പക്ഷെ ടേസ്റ്റും ആണ്. നല്ല റെയിൻ ഉണ്ട് ഗൈസ് ഇവിടെ. വി ഫീൽ സോ ഗുഡ്. നല്ല അടിപൊളിയാണ്. പറയല്ലേ, നമുക്ക് കാണിച്ചു കൊടുക്കാം ആളെ. സോ എല്ലാം സെയിം വേ ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഇടാനുണ്ട് അതിലോട്ട്. വെയിറ്റ്, മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. വാവ തണ്ടർ വരുമ്പോ പേടിയാണ്, അതുകൊണ്ടാവും ഒന്ന് വിളിച്ചോണ്ട്. എന്താ വാവ? ഇടിവെട്ട് പേടിയാ? മച്ചുമ്മന്റെ അടുത്ത് നിന്നോ? ഓക്കെ, ഇതിലോട്ട് നമുക്ക് എന്താ ഇടണ്ടെന്ന് അയച്ചു. ഇതിലോട്ട് നമുക്ക് മൊസറല്ല ചീസ് വേണം ഇട്ട് കൊടുക്കാം. ഓക്കെ, as much as cheese you put, the taste will be awesome. മച്ചുമ്മിന്റെ അടുത്ത് നിന്നോ വാവ? ഓക്കെ, ഞാൻ ഇപ്പൊ 3 സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി 3 സെറ്റ് ചെയ്ത് ടപ്പ് ചെയ്യുന്ന പറ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 6 പീസസ് ഞാൻ റെഡി ആക്കി. കൂടുതലാക്കി ഇവിടെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇത് റെഡി. ഇത് പിന്നെ ആ ടൈം ആകുമ്പോൾ നമുക്ക് തവത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി, ഇതൊക്കെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ ചെയ്താൽ പിന്നെ ചീസ് ആസ് യു ഓൾ നോ ഡ്രൈ ആയി പോകും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വീട്ടിലൊരു പുതിയ ആളുണ്ട്. ആള് വന്ന ശേഷം ഇവിടുത്തെ ഓണർ നമ്മളൊന്നും ഒരു മാറ്റർ അല്ല, ഫുൾ ടൈം അതിന്റെ പുറകിലാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹിം. വരൂ. ആ, എന്താണ് വാവ ചോദിച്ചേ? ടോബി പേച്ചു പോയ ഇതാണ്. ഞാനല്ല പിരിച്ച ഞാനല്ല. അതോടെ നിങ്ങളെ ഫ്രണ്ട് ഇതോടെ ടോബി. അത് അതിന്റെ കഥ പറഞ്ഞേ എന്താന്ന്? ഇന്നലെ രാത്രി ഞാനും ജിനുവും സൈഗും കൂടെ നമ്മുടെ ചെയറിലെ ആ ഊഞ്ഞാലയില് പുറത്തിങ്ങനെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നാണ്. ഭയങ്കര കരഞ്ഞോട്ടെ വിശന്നിട്ട് എന്തോ വന്ന ആള് ഭയങ്കര ക്ഷീണിച്ചിരിക്കണാണ്. അപ്പൊ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നെങ്കിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ സങ്കടമായി. അപ്പൊ ഞാൻ അകത്ത് പോയിട്ട് ഇടിയപ്പവും ബീഫും ഉണ്ടായിരുന്നു, പിന്നെ ഇറച്ചിച്ചോറും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു ട്രെയിലാക്കി ഞാൻ കൊണ്ടുവന്ന് വെച്ച് അത് കഴിച്ച് വെള്ളം വെച്ച് കൊടുത്ത് അതും കഴിച്ച് പിന്നെ ആളുടെ പോയിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ എനിക്ക് ഞാൻ നോക്കണായിരുന്നു ആളെ ഇവിടെ ഉണ്ടാന്നറിയാൻ വേണ്ടി. നോക്കുമ്പോ ആള് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ പോലെ അവനെ രാവിലെ ഇതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ഫുഡ് എടുത്ത് കുറച്ചേരത്ത് മുമ്പ് കൊടുത്ത് അപ്പൊ എല്ലാം കൊടുത്ത ഫുഡെല്ലാം കഴിച്ച് കുറച്ചേരത്ത് മുമ്പ് ബ്രെഡും
ബീഫ് കറിയും കൂടെ കുഴച്ചും കൊടുത്താൽ കംപ്ലീറ്റ് ആണ് വൃത്തിയായിട്ട് കഴിച്ച്. അതായത് ഒരു ഇത്തിരി ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ അനുസരിക്കും. അറിയാൻ തോന്നുന്നു നമ്മളെ ഓണറിന് പറ്റൂല ഫുഡ് വേസ്റ്റ് ആക്കി. ഹായ് ടോബി, ഹൗ ആർ യു? യാ റബ്ബേ. പിന്നെ അനുസരണയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എന്നിട്ട് ഇടാ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ ആള് പുറത്തിറങ്ങും. പിന്നെ ഇന്നലെ കുറെ നേരം നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നല്ല ഡോഗിന്റെ പേര് നോക്കിയിട്ട് അപ്പോഴത്തേക്കും റോക്കി, ടോബി, പിന്നെ ബഡ്ഡിന്ന് പേരുണ്ട്. അപ്പൊ ഞാൻ 3 പേര് സെലക്ട് ചെയ്തിട്ട് ഞാൻ ചുമ്മാ സൈക്കിനോട് ചോദിച്ചു, സൈക്കിൾ ഇതിനകത്ത് ഏത് പേര് ഇടണമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ സൈക്കിൾ ടോബിന്ന്, അങ്ങനെ ടോബി എന്നുള്ള പേര് ഇട്ട് കൊടുത്തു. ടോബി ഇഷ്ടമാണോ ടോബിനെ? ഇറങ്ങണോ ബേബി? അവനെടുത്ത എന്താ അവനിറങ്ങണോ? ഇവിടെ ഇറങ്ങോ? ആ എടുത്തോ. പേടിയാണ്. പേടോ? ആ സുനു നോക്കി ഇറങ്ങണോ? സുനുനും അങ്ങനെ സൈക്കിളും അങ്ങനെ നല്ല ഇഷ്ടമാണ്, പക്ഷെ പേടിയുമാണ്. പിന്നെയും ധൈര്യശാലിയാണ്. സുന അത്രയും കൂടി അവിടെ നിൽക്കൂല. അനുസരണയുണ്ട്. അത് നമ്മുടെ മേത്ത് ടച്ച് ചെയ്യാനോ നമ്മള് എന്താ പറയാ മാറുന്നവരുടെ മാറും, നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട്. പാവല്ലേ പറഞ്ഞേ? അത് വീടാക്കിയാ? Hello, say hello to my viewers. Hello Toby, one of the new member in our home. Toby fans like it. അടിയിൽ പോയിട്ട് ടോബിന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്നലത്തെ ഡേറ്റ് ഫിക്സ് ആക്കാവാ നമുക്ക്. ഇന്നലെ അല്ലേ ടോബി വന്ന് കേറിയേ? ടോബിയുടെ ബർത്ത്ഡേ ഇന്നലെ എത്രയായിരുന്നു ഡേറ്റ്? 29 ഏപ്രിൽ 29 ആണ് ടോബിയുടെ ബർത്ത്ഡേ. ഓക്കെ, അവന്റെ ജൂലൈ 13 അല്ലേ? ഓക്കെ. ആ വേറെ പണ്ട് നോക്കോ നിങ്ങള്? ഹലോ ടോബി, നീ ഫേമസ് ആവും ഇനി. പോയി കൂടുതൽ ശല്യമില്ലാതെ കൊണ്ട് അതാണ് വലിയ പ്രത്യേകത. ഓരോ ശല്യം ചെയ്യാനൊന്നും നിൽക്കില്ല. ടോബിനെ ക്യൂട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. സുനു ഒളിച്ചേ കണ്ടേ അപ്പൊ ടോബി ഓടി നടക്കണായിരുന്നു. അത് കൊച്ചാണല്ല, ടോബി കൊച്ചാണ് ഇപ്പൊ. ആണോ? ആണോ? കൊച്ചാണോ ടോബി? അവന്റെ ഡയന കാണുന്നുണ്ട്. നമ്മളെ ആരും കണ്ടില്ല, കുറച്ചേരം ആദ്യം ആരും കണ്ടില്ലെങ്കിൽ സൗണ്ട് ആക്കോ. ഇന്നലെ സൗണ്ട് ആക്കിണ്ടായി. ഇപ്പൊ കുറച്ചുമാക്കി പക്ഷേ മഴ വന്നപ്പോ കയറിയപ്പോ കിടന്ന് വെച്ചെടുക്കണായിരുന്നു. ഹായ്, കൂട്ട് കാണാം. പാവ പോലെ നോക്കൂ. ഈ മുഖം നോക്കൂ, സൂക്ഷിച്ച് നോക്കൂ. നോസ്, ഐസ്, ഇയേഴ്സ് എല്ലാം ഉണ്ട്. വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കണ്ട. ഇത് ഞാൻ നേരത്തെ ഫ്രഷ് ആവണ മുമ്പ് വെച്ച ചിക്കൻ കറിയാണ്. ഇത് ഞാൻ മാംഗ്ലൂർ സ്റ്റൈലിലാണ് വെച്ചത്. യെസ്, ഈ ചിക്കൻ കറി ഭയങ്കര ഈസിയാണ്. ലൈക്ക് ഞാൻ ഉണക്കമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഓൾ സ്പൈസസ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഒരു ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കും. എന്നിട്ട് ഈ ചിക്കനൊക്കെ വേവിച്ചിട്ട് അതിലോട്ടിട്ട് മിക്സ് ചെയ്യാനാണ്. പൗഡേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ആകെ യൂസ് ചെയ്യുന്നത് മഞ്ഞപ്പൊടി മാത്രമാണ് വേവിക്കുമ്പോൾ. സോ അത് ഭയങ്കര ഈസിയാണ്. എന്നാലും ഞാൻ അതിൻ്റെ റെസിപ്പിയായിട്ട് ഇൻഷാല്ല വരാം അടുത്ത റംസാൻ വ്ളോഗിൽ. പക്ഷെ ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഞാൻ ഈ കറി വെച്ചത്. സോ നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. എന്തായാലും മറ്റേ ചീസൊക്കെ കുറച്ച് മെൽറ്റ് ആവാൻ ടൈം എടുക്കുമല്ലോ. സോ നമുക്കത് അവനിലും ചെയ്യാൻ പറ്റും, അവനിൽ പെട്ടെന്നായി കിട്ടും. സോ ഞാൻ ഇപ്പോൾ പവത്തിൽ ചെയ്യാം. ഓക്കെ, അൽഹംദുലില്ലാ, അങ്ങനെ 18ാമത്തെ നോമ്പ് കംപ്ലീറ്റ് ആയല്ലേ? അൽഹംദുലില്ലാ.
ബാബു വിളിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാം. ലാസ്റ്റ് മൊമെന്റിലാണ് ഗൈസ് ഇതൊക്കെ ചെയ്തത്. 3 ഗ്യാസും ബിസി ആയിരുന്നു. 1 ആക്കി ലാസ്റ്റ് മൊമെന്റിലാണ് ചെയ്തത്. വാവക്ക് പിസ്സ കൊടുത്തേ. ആ അങ്ങനെയൊക്കെ ഉണ്ടോ പച്ച പിസ്സ നോക്കി? അതാണ് പച്ച. സെയിം ആണ് വാവ, എല്ലാം സെയിം ആണ്. കളിയാക്കിയതാണ് കള്ള. പിച്ചു തരും കഴിക്ക്. വാവണ അത്ര വല്ല കൈയില്ല പിസ്സന്റെ അത്ര. ആ പ്ലേറ്റിൽ കൊടുക്ക്. അതാണ് ഇപ്പൊ താഴെ വീഴൂ. അവിടെ കയ്യിൽ തന്നെ ഇപ്പൊ താഴെ വീഴൂ. ചീസൊക്കെ താഴെ പോകും പിടിച്ചില്ലെങ്കിൽ. ഓക്കെ കഴിച്ചോ വാവ. എന്തടിപൊളി ചിക്കനാണ്. പക്ഷെ ഇന്ന് ഞാൻ ഫ്ലോപ്പ് ആവുന്ന വെച്ചു. ഇച്ചിരി കൂടി വെന്ത് പോയി. പക്ഷെ ഇറ്റ്സ് ഗുഡ്. ചിക്കൻ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതിട്ടിട്ടാണ് ചെയ്തത്. ഓക്കെ നമുക്ക് വാവൻ പോലെ ആദ്യം തന്നെ വിൽ ഗോ ഫോർ പിസ്സ അല്ല വാവ? ഓക്കെ സ്പൈസി. വാവ് നീ കഴിക്കുമെന്ന് എനിക്കൊരു ചൂടാണ് വാവേ. ജ്യൂസ് കുടിക്കും, വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക. അത് ചൂടാണ്. ലാസ്റ്റ് കുടിക്കുക, വെള്ളം മതി. ഗുഡ് സ്പൈസി വൺ. പക്ഷെ എൻ്റെ വാവ് ഇത് കഴിക്കില്ലെന്ന് അറിയില്ല. ഞാൻ കുറച്ച് അധികം ചില്ലി ഫ്ലേക്സ് ഇട്ട് വെച്ചോ അല്ലേ? വെരി ഗുഡ്. ബ്രെഡ് കടിക്കുന്നേ, അതിൻ്റെ മുകളിലത്തെ മാത്രം കടിക്കല്ലേ, ഇതേപടി കടിക്കും. ഇങ്ങനെ കടിക്കും. ആ കടിക്കും. ജിനെന്താ പറയാത്ത? റൂമിന്റെ റെസ്റ്റ് എടുക്കാൻ മതി. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. വിളിച്ചു പോന്നു. ഓക്കെ വാവിടെ ജിക്ക സെൻട്രി. ജിക്ക ഫുള്ള് റെസ്റ്റ് ചെയ്യണമായിരുന്നു തോന്നുന്നു. നമ്മളങ്ങനെ ഫിനിഷ് ചെയ്യാൻ മുമ്പ് ജിനു എത്തി. പക്ഷെ ജിനു ഫിനിഷ് ചെയ്ത് എത്തിയാലും ഇവിടെ സാധനങ്ങൾ യുവർ ഫേവറേറ്റ്. അയ്യോ എന്തിരിവാണ് ആ സാൻഡ്വിച്ച് ഗൈസ്. അത്ര ചില്ലി ഫ്ലേക്സ് ഇടല്ലേ അവ? നല്ല എരിവുണ്ട്. അല്ലല്ല ചില്ലി ഫ്ലേക്സ് ഇട്ടായിരുന്നു ഞാൻ. 2.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടായിരുന്നു. അതാ മുളകിന്റെ. ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഇന്ന് ഗൈസ്. നോക്ക്, എനിക്ക് എന്റെ വാവ ഇവിടെ കഴിക്കുമോ അറിയാത്ത. വാവ കള്ളനാണ്. പക്ഷെ വാവക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ കഴിച്ചു. വെള്ളമെങ്കിലും കുടിച്ചിട്ട് എങ്ങനെയും കഴിക്കുവോ വാ? ചോറൊക്കെ അവൻ അങ്ങ് കഴിക്കൂല. എരിവെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവും. ആ അന്ന് ഞാൻ എന്തോ ഒരു ഫുഡ് വെച്ചപ്പോഴും അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട അവൻ കഴിച്ചു. നല്ല എരിവായിരുന്നു ആ ബിരിയാണി. സുന എന്താ ഇഷ്ടപ്പെട്ട്? കട്ട്ലേറ്റോ പിസ്സ കഴിച്ചില്ലല്ലേ നീ? കഴിച്ചോ? എരിവുണ്ടല്ലേ വാവ? സോറി. പിന്നെ വാവ എൻ്റെ അടുത്ത് എന്തോ ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോ പറഞ്ഞേ. വൺ സെക്കൻഡ് ഫോക്കസ്. ഓക്കെ എന്റെ വിജയ് വരൂ ഇപ്പോ എല്ലാം റെഡിയാക്കി വെക്കാൻ. ഞാൻ വിജയ് എന്റെ വിജയ് ഇപ്പൊ വരും. ഞാൻ വിജയ് ഫോൺ വിളിച്ച എന്നിപ്പോ ഫോൺ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു അയ്യോ വാവക്ക് എന്ത് കൊടുക്കും, വിജയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ജ്യൂസ് കൊടുത്താൽ മതി. പിന്നെ ഇത് ഉണ്ടാക്കണ്ടല്ലോ മച്ചുമേ പിസ്സ. അതൊക്കെ കൊടുത്താൽ മതി. അത് കൊടുക്കും. സത്യമായിട്ടും വരും എന്നെ വിളിച്ച് പറഞ്ഞു. ദീദിയാണ് അത് തല കേട്ടി ആക്കിയത്. ദീദി വിജയ് ഫാൻ അല്ലേ, അതുകൊണ്ട് വാവനും വിജയ് ഫാൻ ആക്കി. വിജയ് ഫാൻ ഓക്കെ അപ്പോൾ ഇന്നലത്തെ വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള ടൈമാണ്. ഒരുപാട് നല്ല നല്ല പേരൊക്കെ ഞാൻ കണ്ടായിരുന്നു, നമ്മളെ പേരൊക്കെ ഇട്ടിട്ട്. പക്ഷെ ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അയാളിട്ട പേരിനേക്കാൾ ദ വേ ദാറ്റ് ഗായ് ഓർ ഗേൾ എക്സ്പ്ലെയിൻ വാസ് റിയലി ഗുഡ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ റീസൺ. സ്റ്റുഡിയോ ഒലിവി. ഓക്കെ ഇത് ഗേൾ ആണോ ബോയ് ആണോ ആൻഡ് ഏത് കാസ്റ്റ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഇത് പറഞ്ഞു പോരുന്നത്. അപ്പോൾ ഇട്ട പേര് ഇന്നലത്തെ ജ്യൂസിന് ചിൽഡ് കോക്കോമാൻ മെലർ. അത് ഇഷ്ടപ്പെട്ടു. എക്സ്പ്ലനേഷനും ചെയ്തിട്ടുണ്ട്. ചിൽഡ് കോക്കോനട്ട്
മാൻ ഇട്ടത് മാംഗോന്റെ ഒരു ഇതാണ്. മെല്ലർ മീൻസ് മെലോ ഡ്രമാറ്റിക് അതിന്റെ മീനിങ്. അപ്പോൾ ബിക്കോസ് ഐ തിങ്ക് സിപ്പിംഗ് ദ ജ്യൂസ് വുഡ് ബി മെലോ dramatic experience of having mango chunks cuscus in between with the hit of rich coconut flavor we all love with sunsetting effect of mashed mango around the glassൽ ഞാനൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടല്ലേ, അതിനെല്ലാം ഒരു നല്ല നല്ല എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ദ ബെസ്റ്റ് ട്രോപ്പിക്കൽ എക്സ്പീരിയൻസ് ഇൻ വൺ ഗ്ലാസ്. സോ ദാറ്റ് വാസ് ഓസം എക്സ്പ്ലനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ കൺഗ്രാറ്റുലേഷൻസ് സ്റ്റുഡിയോ ഒലിവി. പ്ലീസ് യെസ് കൺഗ്രാറ്റുലേഷൻസ്. കറണ്ട് പോയി. നിങ്ങളുടെ ഈ കേട്ടപ്പോഴാണ് കറണ്ട് വരെ മേടിച്ചു. സ്റ്റുഡിയോ ഒലിവി ടു മെയിൽ മീ യുവർ കോൺടാക്ട് നമ്പർ ആൻഡ് ഡീറ്റെയിൽസ്. പിന്നെ വേറെ സംഭവം അവിടെ മഷു കാസ്റ്റിന്റെ കാര്യം പറയണ്ടായിരുന്നു. അത് കാണാൻ അതെന്താ സംഭവം അറിയാൻ പറ്റാത്തൊരു ഒരുപാട് പേരുണ്ടാവും. അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇതുവരെ സെലക്ട് ചെയ്ത ആൾക്കാരില് ഒരാള് ഒരു ഗേൾ, നമ്മ അത് ബേബിയുടെ ചാനലിലല്ലേ നമ്മൾ ആൻസർ കൊടുത്തത്. ആൾക്കാരിലല്ല, അതായത് കമന്റ്, അതായത് Q&A ക്വസ്റ്റ്യനിലെ എന്റെ ചാനലില് ബേബിയുടെ കമന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പ്രൈസ് കൊടുക്കാൻ എപ്പോഴും മുസ്ലിംസിനെ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. അതൊരിക്കലും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. സോ ഐ ഗേവ് ദ പ്രൂഫ് ടു ഹർ. അതൊരു ഗേൾ ആണ് ക്വസ്റ്റ്യൻ കേട്ടത്. അതിനുള്ള പ്രൂഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സെലക്ട് ചെയ്തതിൽ 3 മുസ്ലിംസ്, 2 ഹിന്ദുസ് ആൻഡ് 1 ക്രിസ്ത്യൻസ് ആയിരുന്നു. സോ കാസ്റ്റ് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. നമുക്ക് കാസ്റ്റ് നമുക്ക് മാറ്റർ അല്ല. അതുകൊണ്ടിട്ട് ഇത് സ്റ്റുഡിയോ ഒലിവി പറയുന്നത് ആരാന്ന് എനിക്ക് അറിവ് പോലും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ്സ് ലൈക്ക് ഐ ഫീൽ വാവ് എന്ന് തോന്നിയത് ഞാൻ സെലക്ട് ചെയ്യും. അങ്ങനെ കുറേ വാവ് എന്ന് തോന്നുന്ന കുറേ കമന്റ്സ് ഉണ്ട്. പക്ഷെ ഒന്നല്ലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡെയിലി. സോ സോ ടുഡേസ് അവാർഡ് ഗോസ് ടു സ്റ്റുഡിയോ ഒലിവി. അത്രയാണുള്ളൂ. പിന്നെ അപ്പൊ ദയവ് ചെയ്ത് ആരും ഇത് കാസ്റ്റുമായിട്ട് കൂട്ടിക്കുഴക്കരുത് പ്ലീസ്. അതും ഈ പ്രസന്റ് സിറ്റുവേഷനിൽ അതിന്റെ ഒരു ആവശ്യമില്ല വെറുതെ. സോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാലോ. 19th മുമ്പിൽ കാണാം ഗൈസ്. Until then stay tuned to our channel.